ബി ജെ പിയുടെ നടുവൊടിഞ്ഞു, ബി ജെ പിയുടെ അന്ത്യം, ബി ജെ പിന് തലപൊക്കില്ല എന്നൊക്കെയുള്ള ചില ശബ്ദങ്ങൾ അടുത്തിടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ബി ജെ പിയുടെ അന്ത്യം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ബി ജെ പി നേതാവ് മത്സരിച്ചു. പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുന്നൊരു സ്ഥലമാണ്. ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെല്ലാവരും തന്നെ പാലക്കാട് ബി ജെ പി ഇപ്രാവശ്യം ജയിക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. പക്ഷേ ഫലം വന്നപ്പോൾ 10 വർഷം പുറകോട്ട് പോയി. ഈ 10 വർഷം പാലക്കാട് പുറകോട്ട് പോയത് കൊണ്ട് ബി ജെ പിയുടെ നടുവൊടിഞ്ഞു, ബി ജെ പിന് തലപൊക്കില്ല, ബി ജെ പിയുടെ അന്ത്യം എന്ന് പറയുന്നത് ശരിയാണോ? 5 കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുന്നു, അതുകൊണ്ടാണ് ബി ജെ പി തോക്കുന്നത്. ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം. നേരെ തിരിച്ച് ബി ജെ പി അനുകൂല വോട്ടുകളുടെ ഏകീകരണം നടന്നാൽ എന്തായിരിക്കും? ബി ജെ പി അനുകൂല വോട്ടുകൾ ഏകീകരണം നടന്നിടത്തൊക്കെ തന്നെ ബി ജെ പി ജയിക്കുന്നുണ്ട്. കേരളത്തിലും ബി ജെ പി അനുകൂല വോട്ടുകളുടെ ഏകീകരണം നടക്കുമ്പോൾ ബി ജെ പി ജയിക്കും. രണ്ടാമത്, ഹോഴ്സസ് ഫോർ ദി കോഴ്സസ് എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഓരോ മണ്ഡലത്തിനും പറ്റിയ സ്ഥാനാർത്ഥി ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ വിജയിക്കും. ഓരോ മണ്ഡലത്തിലും വിജയിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ കഴിവും പാർട്ടിയുടെ കഴിവും രണ്ടും ഒരുമിക്കുമ്പോഴാണ്, രണ്ടും കൂടെ ചേരുമ്പോഴാണ്. ഉദാഹരണത്തിന് ഇപ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിൽ അവിടെ 2016 കിട്ടിയ ഭൂരിപക്ഷവും 2024 ഇപ്പോൾ കിട്ടിയ ഭൂരിപക്ഷവും പ്രദീപിന് ഏകദേശം അടുത്തടുത്താണ്, 10,000 12,000 അതിനടുത്താണ്. അതേസമയം അതിൻ്റെ ഇടയ്ക്ക് 2021 അവിടെ സ്ഥാനാർത്ഥി നിന്നപ്പോൾ, ശ്രീ രാധാകൃഷ്ണൻ നിന്നപ്പോൾ ഭൂരിപക്ഷം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ആ മണ്ഡലത്തിലെ ഹോഴ്സ് എന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ്. അപ്പോൾ രാധാകൃഷ്ണൻ്റെ കഴിവും പാർട്ടിയുടെ കഴിവും കൂടെ കൂട്ടുമ്പോഴത്തേനും അവിടുത്തെ വിജയം വളരെ തിളക്കമാറുന്ന വലിയ ഭൂരിപക്ഷമുള്ള വിജയമാകും. പക്ഷേ പ്രദീപ് 2016 നിന്നപ്പോഴും 2024 ജയിച്ചു. ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പാർട്ടിയുടെ കഴിവ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ചേലക്കരയിൽ പ്രദീപിൻ്റെ കഴിവുണ്ട്, പക്ഷേ പാർട്ടിയുടെ കഴിവാണ് കൂടുതൽ ആ ഒരു ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി. അപ്പോൾ പാർട്ടിയുടെ കഴിവും സ്ഥാനാർത്ഥിയുടെ കഴിവും കൂടെ ഒത്തുചേരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷം കിട്ടും, ജയിക്കും. ബി ജെ പിക്ക് ഈ ഓരോ മണ്ഡലത്തിലും നിർത്താൻ പറ്റുന്ന ഹോഴ്സസ്, നല്ല സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളത് ബി ജെ പിക്ക് ജയിക്കാനുള്ള അന്ത്യമല്ല എന്ന് പറയാനുള്ള കാരണമാണ്. അടുത്തൊരു കാര്യം, പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നൊരു ചൊല്ലുണ്ട്. ഈ പാലക്കാട് പരാജയത്തിന് ശേഷം നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവിൻ്റെ ഊർജവും വാശിയും വീറും കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം ഈ പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നുള്ള ആ ഒരു ഊർജം ഉൾക്കൊണ്ടാണ്, കൂടുതൽ ഊർജ്ജത്തിലാണ് ഇപ്പോൾ ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി പരാജയപ്പെടാനില്ല, ഇനി വിജയത്തിലേക്ക് തന്നെയാണ് എന്നുള്ളൊരു ഊർജം ബി ജെ പിയിൽ മൊത്തത്തിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കേരളത്തിലെ കോൺഗ്രസ് ഒരു വളർച്ച കഴിഞ്ഞൊരു പാർട്ടിയാണ്. സി പി എമ്മും അതുപോലെ വളർച്ച ഏകദേശം കഴിഞ്ഞൊരു പാർട്ടിയാണ്. അതായത് വളർച്ചയ്ക്ക് മാനേജ്മെൻറ്റിൽ ഒരു സിഗ്മോയിഡ് കർവ് അല്ലെങ്കിൽ എസ് കർവ് എന്നൊക്കെ പറയുന്ന ഒരു തത്വമുണ്ട്. അത് ആദ്യം ചെറുതായിട്ട് തുടങ്ങി, പിന്നെ വളർന്ന്, പിന്നെ വലിയ വളർച്ചയെത്തി, അവസാനം ഒരു പ്ലേറ്റോയിലെത്തി, പിന്നെ താഴേക്ക് പോകുന്ന. അപ്പോൾ കോൺഗ്രസും സി പി എമ്മും അവരുടെ മുന്നണികളും ആ പാർട്ടികൾ ഒക്കെ പൂർണ്ണ വളർച്ചയെത്തിയ പാർട്ടികളാണ്. അതേസമയം ബി ജെ പി അങ്ങനെയല്ല. ബി ജെ പി 4% വോട്ട് ഷെയറിൽ നിന്ന് 12% ആകുന്നു, 12% നിന്ന് 15% ആകുന്നു, 15% വോട്ട് ഷെയറിൽ നിന്ന് 20% ആകുന്നു. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി. അതേസമയം കോൺഗ്രസും സി പി എമ്മും നയിക്കുന്ന മുന്നണികൾ വളർച്ച കഴിഞ്ഞ, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പാർട്ടികളാണ്. അപ്പോൾ ബി ജെ പി ഇനി വളരുന്ന, വിജയിക്കുന്ന ഭാവിയിലെ പാർട്ടിയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് തന്നെയായിരിക്കും ബി ജെ പിയുടെ പോക്ക്, അല്ലാതെ ഈ ഒരു പുറകോട്ടല്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു പ്രത്യേകത. 5ാമത്തെ കാര്യം, അഖിലേന്ത്യാ തലത്തിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഒരു മാർജിനൽ പാർട്ടിയാണ്. 28 സംസ്ഥാനങ്ങളിൽ 27 സ്ഥലത്തും സി പി എമ്മും
കോൺഗ്രസും ഒരേ മുന്നണിയുടെ ഭാഗമാണ്, ഒന്നാണ്. സി പി എമ്മും കോൺഗ്രസും 28-ൽ 27 സ്ഥലത്തും കോൺഗ്രസും സി പി എമ്മും ഒന്നാണ്. ഇനി 28-ൽ 27 സ്ഥലത്തും സി പി എമ്മും മാർജിനൽ പാർട്ടിയാണ്. അപ്പോൾ ഈ രണ്ട് മാർജിനൽ പാർട്ടികളാണ് സി പി എമ്മും കോൺഗ്രസും അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ. അപ്പോൾ ഈ മാർജിനൽ പാർട്ടികളായി. അപ്പോൾ അവർക്ക് ഇനി ആകെ അവശേഷിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം ഇതാണ്. അവിടെ വേറെ ഇനി ബി ജെ പി വളർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ഞങ്ങൾക്ക് എന്തു ചെയ്യും? കോൺഗ്രസ് ആണെങ്കിൽ ആദ്യമായിട്ട് 10 വർഷത്തോളം ഭരണമൊന്നുമില്ലാതെ അവർ മാർജിനലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മാർജിനലായ പാർട്ടികളുടെ ഫ്രസ്ട്രേഷനും അരിശവും ദേഷ്യവും ഒക്കെയാണ് ബി ജെ പി നടുവൊടിഞ്ഞു, ബി ജെ പിയുടെ അന്ത്യമാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം കൊണ്ടുപിടിച്ച് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബി ജെ പി അന്ത്യമല്ല, ബി ജെ പി ഒരു ആവേശക്കുതിപ്പിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.